കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അപ്പം നമ്മൾ ഇന്നലെ നല്ലൊരു ഭാഗത്താണ് നിർത്തിയത്. അതായത് ലോകത്തിലുള്ള എല്ലാവരാലും നമസ്കരിക്കപ്പെടുവാൻ യോഗ്യമായ പാദാരവിന്ദങ്ങളോട് കൂടിയ മായാമാനുഷ രൂപം ധരിച്ച ഈ ശ്രീരാമചന്ദ്ര ഭഗവാൻ 10,000 വർഷക്കാലം പിന്നെ വളരെ നീതിയോടുകൂടി രാജ്യം ഭരിച്ച് സുഖമായിരുന്നു നമ്മൾ പറഞ്ഞത് 26ാമത്തെ ശ്ലോകത്തിലേ. അപ്പം നമുക്കിനി 27ാമത്തെ, അതായത് ഉത്തരകാണ്ഡം 4-ാം സർഗം 27ാമത്തെ ശ്ലോകം വായിക്കാം. അതാണ് ചെയ്യേണ്ടത്. ഏകപത്നി വ്രതോ രാമോ രാജർഷി സർവദാ ശുചിഃ ഗൃഹമേധീയമഖിലമാചരൻ ശിക്ഷയൻ ജനാൻ. ഏകപത്നി വ്രത, ഏകയായ പത്നിയിൽ, അതായത് ഒരേ ഒരു ഭാര്യ മാത്രമായിട്ട്. അന്നൊക്കെ ഒരു രാജാവിനൊക്കെ അനവധി ഭാര്യമാരുണ്ടാവാം, സൊസൈറ്റി അത് സമ്മതിച്ചിരുന്നു. അപ്പോൾ പിന്നെ അന്ന് അങ്ങനെ അനവധി പത്നിമാരെ ഇല്ലാതെ ഏകപത്നി വ്രതനായിട്ടുള്ള സർവദാ ശുചി, എപ്പോഴും ശുദ്ധമായിരിക്കുന്ന രാജർഷിയായ രാമൻ ജനാൻ ശിക്ഷയൻ, ജനങ്ങൾക്കൊരു മാതൃകയാവാനായിട്ട്, ജനങ്ങളെ പഠിപ്പിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ജനങ്ങൾക്കൊരു മാതൃകയാവാനായിക്കൊണ്ട് എന്താണ് ഗൃഹമേധീയം അഖിലം, ഗൃഹസ്ഥാശ്രമികളെ സംബന്ധിച്ച സർവത്തിനെയും ആചരിക്കുന്നവനായിരുന്നു. അതായത് ഒരു ഏകപത്നി വ്രതക്കാരനായിട്ടുള്ള ഗൃഹസ്ഥാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഒരു ഗൃഹസ്ഥൻ്റെ ധർമ്മം എന്ന് പിന്നെ ശരിക്കും അത് കാണിച്ചു കൊടുക്കാനുള്ളൊരു മാതൃകയായിട്ടാണ് ഭഗവാൻ ജീവിച്ചതെന്നാണ് പറഞ്ഞത്. അതായത് ഒരു പത്നിയെ മാത്രമേ സ്വീകരിക്കുള്ളൂ എന്ന വ്രതത്തോടും, അതാണ് ഏകപത്നി വ്രതം. അതായത് വാക്ക്, മനസ്സ്, ശരീരം എന്നീ പ്രവൃത്തിയിലൊക്കെ പരിശുദ്ധമായ ഉദ്ദേശത്തോടു കൂടിയും ആയിട്ടുള്ള ആണെങ്കിലും ഋഷി തുല്യനായിട്ടുള്ള രാമൻ, അതാണ് രാജർഷി പറഞ്ഞത്. ഋഷിക്ക് തുല്യനായിട്ട് രാമൻ ജനങ്ങൾ ഗൃഹസ്ഥാശ്രമത്തിൽ എങ്ങനെ ഇരിക്കണമെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആശ്രമി നടത്തേണ്ടതായ സകല ധർമ്മങ്ങളെയും വിധിപ്രകാരം ചെയ്തു. ഭഗവാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു ഗൃഹസ്ഥാശ്രമി എങ്ങനെ ആയിരിക്കണമെന്ന് ലോകത്തിന് മാതൃകയായിട്ട് ജീവിച്ചു. ഒരു മാതൃക കാണിച്ചുകൊണ്ടാണ് ഭഗവാൻ ജീവിച്ചത്. അതായത് സ്ത്രീക്ക് പാതിവ്രത്യം ആചരിക്കണം എന്നതുപോലെ തന്നെ പുരുഷനും ഏകപത്നി വ്രതം ആചരിക്കേണ്ടതാണ് ഉത്തമമായ ധർമ്മം എന്ന് രാമൻ സ്വന്തം പ്രവൃത്തി കൊണ്ട് കാണിച്ചു കൊടുത്തു. സാധാരണ സ്ത്രീക്ക് ഏകപത്നിയെ പാടുള്ളൂ എന്ന് വലിയ നിർബന്ധമാണ്, ആണുങ്ങൾക്ക് അല്ലാണ്ട് ആവാം, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ കുറേ കാലം. നമുക്ക് ഓർമ്മയുള്ള കാലത്ത് തന്നെ പലപ്പോഴും ഗൃഹനാഥന് കുറേ ഭാര്യമാരുണ്ടാവാം, പക്ഷേ ഗൃഹനാഥയ്ക്ക് ഒരേ ഒരു ഭർത്താവ്, അങ്ങനെയായിരുന്നല്ലോ. അപ്പോൾ ഇതിലെന്താണ് ശരിക്കും പറയാച്ച, ത്രേതായുഗത്തിൽ ശ്രീരാമൻ ഒരു സ്ത്രീ പാതിവ്രത്യം ആചരിക്കണം എന്നതുപോലെ തന്നെ പ്രധാനമാണ് ഒരു പുരുഷൻ ഏകപത്നി വ്രതം ആചരിക്കണതെന്ന് രാമൻ സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്, അല്ലേ? ശരിക്കും പറയാച്ച, ആലോചിച്ച് നോക്കിയാൽ. ഏകപത്നി വ്രതോ രാമോ രാജർഷി സർവദാ ശുചിഃ ഗൃഹമേധീയമഖിലം ആചരൻ ശിക്ഷയൻ ജനാൻ. ഇനി 28. സീതാ പ്രേംണാനുവൃത്യാ ച പ്രശ്രയേണ ദമേന ച ഭർത്തുർമനോഹരാ സാധ്വി ഭാവജ്ഞാ സാ ഹിയാ ഭിയ.
സീത സീത പ്രേംണ പ്രേമം കൊണ്ടും അനു അനുവത്യാച്ച അനുവർത്തനം കൊണ്ടും അനുവർത്തിയാച്ച അനുവൃത്യ എന്നാണ് അനുവൃത്യാച്ച അതായത് അങ്ങനെ അനുഷ്ഠിച്ചുകൊണ്ടും പ്രശ്രയേണ അതായത് വിനയം കൊണ്ടും ദമേന ച ദമം കൊണ്ടും സാധ്വി പതിവ്രതയും ഭർത്താവിൻ്റെ മനോഹരമായ മനസ്സിനെ ആനന്ദിപ്പിക്കുന്നവളും ഹ്രിയ ലജ്ജയോടുകൂടിയവളും ഭിയ ഭയത്തോടു കൂടിയവളും ഭാവജ്ഞാസ ഭാവത്തെ അറിയുന്നവളുമായ അവൾ. അതായത് സീത എത്ര നല്ല ഭാര്യയായിരുന്നു. പ്രേമം, നല്ല സ്നേഹമുണ്ട്, ഭർത്താവ് പറയണതൊക്കെ അനുസരിക്കും, അനുവൃത്തി. പിന്നെ നല്ല വിനയമുണ്ട്, ആവശ്യത്തിന് അഹങ്കാരം വെച്ചാൽ ഒരു സ്ത്രീക്ക് വേണ്ടത്ര അഹങ്കാരമുണ്ട്. പിന്നെയോ പതിവ്രതയാണ്, ഏക ഭർത്താവേ ഉള്ളൂ, ഏക പതിയേ ഉള്ളൂ. അങ്ങനെയുള്ള നല്ല പാതിവ്രത്യമുള്ള സ്ത്രീയാണ്. ഭർത്താവിൻ്റെ മനസ്സിനെ എപ്പോഴും ആനന്ദിപ്പിക്കാൻ ശ്രമിക്കും. പിന്നെയോ നല്ല പാകത്തിനൊരു സ്ത്രീക്ക് വേണ്ട ലജ്ജയുണ്ട്. പിന്നെയോ ഭർത്താവിനെ ആവശ്യത്തിന് പേടിയുണ്ട്. അങ്ങനെയുള്ള വളരെ ഉത്തമമായ ഒരു പത്നിയായിരുന്നു. ഭാവജ്ഞയ, അതായത് ഭാവത്തെ അറിയുന്നവനും ഭർത്താവിൻ്റെ ഇഷ്ടവും ഭാവവും നല്ലോണം അറിയാൻ പറ്റുന്നവളുമായ വളരെ ഉത്തമമായൊരു പത്നിയായിരുന്നു ആര്? സീത. അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് 28 വായിക്കാം. സീത പ്രേംണാനുവൃത്യാച പ്രശ്രയേണ ദമേന ച ഭർത്തുർമനോഹരാ സാധ്വി ഭാവജ്ഞാസാ ഹ്രിയാഭിയാം. ഇനി 29, 30, 31. ഏകാദാ ക്രീഡ വിപിനെ, ഏകത എന്നാണ്, ഏകാന്നില്ല, അച്ചടിത്തറ്റ. ഏകദാ ക്രീഡ വിപിനെ സർവഭോഗ സമന്വിതേ ഏകാന്തേ ദിവ്യഭവനേ സുഖാസീനം രഘുത്തമം. 30. നീലമാണിക്യ സങ്കാശം ദിവ്യാഭരണഭൂഷിതം പ്രസന്നവദനം ശാന്തം വിദ്യുൽപുഞ്ചനിഭാംബരം സീതാകമലാപത്രാക്ഷി സർവാഭരണഭൂഷിത രാമമാഹകരാഭ്യാം സാ ലാളയന്തി പദംബുജേ. ഏകദ അതായത് ഒരിക്കൽ, സർവഭോഗ സമന്വിതെ സർവഭോഗ സാധനങ്ങളോട് കൂടിയ ആക്രീഡ വിപിനെ, ആ ക്രീഡിക്കുന്ന ഉദ്യാനത്തിൽ, ലീലകളാടുന്ന ഉദ്യാനത്തിൽ, ദിവ്യഭവനെ ദിവ്യമായൊരു ഗൃഹത്തിൽ, ഏകാന്തത്തിൽ, നീലമാണിക്യ സങ്കാശം നീലമണിക്കു തുല്യവും, ദിവ്യാഭരണഭൂഷിതം ദിവ്യങ്ങളായ ആഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവനും, പ്രസന്നവദനം നല്ല പുഞ്ചിരിച്ച മുഖത്തോടു കൂടിയവനും, ശാന്തം നല്ല ശാന്തനും, വിദ്യുത് പുഞ്ച നിഭാംബരം മിന്നൽ പിണരുകളുടെ സമൂഹം പോലെ ഇരിക്കുന്ന വസ്ത്രത്തോടു കൂടിയവനും, അതായത് മിന്നുന്ന വസ്ത്രം, മഞ്ഞപ്പട്ട, സുഖാസീനം രഘുത്തമം സുഖമായിരിക്കുന്നവനുമായുള്ള ശ്രീരാമചന്ദ്ര ഭഗവാനോട്, സർവാഭരണഭൂഷിത ആയിട്ടുള്ളവളും, അതായത് ആഭരണങ്ങളാലും അലങ്കരിക്കപ്പെട്ടവളും, പിന്നെയോ കമലപത്രാക്ഷി താമരദളം പോലെ ഇരിക്കുന്ന കണ്ണുകളോടുകൂടിയവളും ആയ സീത കരാഭ്യം 2 കൈകൾ കൊണ്ട് പാദാംബുജം താമര പോലെ ഇരിക്കുന്ന പാദങ്ങളെ ലാളയന്തി ലാളിക്കുന്നവളായിട്ട് ആഹാ പറഞ്ഞു. അതായത് 28 എന്താ പറഞ്ഞ വെച്ചാൽ, ഒരു ദിവസം പിന്നെ അവർ സുഖമായിട്ട് കളി പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദ്യാനത്തിലെ ദിവ്യഭവനത്തിലെ രാമൻ സുഖമായിട്ട് ഇരിക്കുകയായിരുന്നു. രണ്ടാൾക്കും കൂടി തമാശകളൊക്കെ പറഞ്ഞ് ലീലകളാടിയിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നീലരത്നം പോലെ മനോഹരമായ കാന്തിയുള്ള ആ ദിവ്യ ഭഗവാന്റെ, ശ്രീരാമചന്ദ്ര ഭഗവാന്റെ രത്നം പോലെ മനോഹരമായ കാന്തിയുള്ള ആ ദിവ്യ സുന്ദരമായ ശരീരത്തിൽ സർവ്വ ആഭരണങ്ങൾ കൊണ്ട് വിഭൂഷിതനാണ്, സർവ്വജീവരാശികളിലും പ്രസാദിച്ചിരിക്കുന്നു എന്ന് തോന്നുന്ന വിധം എപ്പോഴും പുഞ്ചിരി പൊഴിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. മിന്നൽക്കൂട്ടത്തിൻ്റെ പോലെയുള്ള പീതാംബരം ധരിച്ചിരിക്കുന്നു. അപ്പോൾ പ്രേമം, നല്ല വിനയം,
അനുസരണം, ഇന്ദ്രിയ നിഗ്രഹം, ലജ്ജ, ഭയം ഒക്കെ പറഞ്ഞില്ലേ. ഈ അതൊക്കെയാണല്ലോ പിന്നെ സീതയുടെ ഗുണങ്ങൾ. ആ ഗുണങ്ങളെ കൊണ്ട് സീതയാണെങ്കിൽ നല്ലോണം സന്തോഷിപ്പിച്ചു, ആനന്ദിപ്പിച്ചു. ആരെ? ഭർത്താവിൻ്റെ ഈ മനസ്സിനെ ആനന്ദിപ്പിച്ചും. അത്ര നല്ല പെരുമാറ്റമാണ്. അതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ, പ്രേമവും എല്ലാം പറഞ്ഞാൽ കേൾക്കും, അനുസരണവും വിനയവും ലജ്ജയും ഭയവും ഒക്കെ കലർന്ന പെരുമാറ്റത്തോടു കൂടി ഭർത്താവിനെ ആനന്ദിപ്പിച്ചും അദ്ദേഹത്തിൻ്റെ മനസ്സറിഞ്ഞും പിന്നെയോ സർവാഭരണങ്ങളെ കൊണ്ടും ശരീരത്തെ അലങ്കരിച്ചും ഇരിക്കുന്ന താമര ഇതളുപോലെ നീണ്ട കണ്ണുകളോടുകൂടിയ സീത ഭർത്താവിൻ്റെ പാതാരവിന്ദങ്ങളെ സ്വന്തം കരങ്ങൾ കൊണ്ട് തലോടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ തലോടിക്കൊണ്ട് സീത ഇപ്രകാരം ഭഗവാനോട് പറഞ്ഞു. ഇനി സീത പറയണതാണ് കേട്ടോ. അതായത് ശ്രീരാമൻ ഇങ്ങനെ ഇരിക്കുകയാണ് സുഖമായിട്ട് സർവാഭരണഭൂഷിതനായിട്ട്. അപ്പോൾ സീത അടുത്ത് ചെന്നിട്ട് കാല് തലോടിക്കൊണ്ട് പറയുകയാണ് കേട്ടോ. അതാണ് ഇനി നമുക്ക് ഇപ്പം 28, 29, 30, 31 വായിച്ചിട്ട് സീത എന്താ പറയണമെന്ന് നോക്കാം. ഏകദാ ക്രീഡ വിപിനെ സർവഭോഗ സമന്വിതേ ഏകാന്തേ ദിവ്യഭവനെ സുഖാസീനം രഘുത്തമം നീലമാണിക്യ സങ്കാശം ദിവ്യാഭരണഭൂഷിതം പ്രസന്നവദനം ശാന്തം വിദ്യുൽപുഞ്ചനിഭംബരം സീതാകമലപത്രാക്ഷി സർവാഭരണഭൂഷിത രാമമാഹ രാമനോട് പറഞ്ഞു എന്ന് കരാഭ്യം സാലാളയന്തി പദാംബുജേ. രാമൻ്റെ കാല് തലോടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു. ഇനി 4 ശ്ലോകം ഒന്നിച്ചാണ് കേട്ടോ. ദേവദേവ ജഗന്നാഥ സീത പറയാണ്. പരമാത്മൻ സനാതന ചിദാനന്ദാദിമധ്യാന്തരഹിതാശേഷകാരണ അശേഷകാരന് ദേവദേവ ഒക്കെ സംബോധനയാണ് കേട്ടോ. ദേവദേവ സമാസാദ്യാം മാമകന്ദേ ബ്രുവൻ മാമകേന്ദേ ബ്രുവൻ വച ബഹുശോർത്ഥയമാനാസ്തേ വൈകുണ്ഠഗമനം പ്രതി ത്വയാ സമേതശ്ചിച്ഛക്ത്യാ രാമസ്ഥിഷ്ഠതി ഭൂതലേ വിസൃജ്യാസ്മാൻ സ്വകം ധാമ വൈകുണ്ഠം ച സനാതനം ആസ്തേ ത്വയാ ജഗദ്ധാത്രീ രാമകമലലോചന അഗ്രതോ യാഹി വൈകുണ്ഠം ത്വം തഥാ ചേദ്രഘൂത്തമഃ ആഗമിഷ്യതി വൈകുണ്ഠം സനാഥാൻ ന കരിഷ്യതി. അപ്പം എന്താ പറയണത് സീത? ദേവദേവ, ഹേ ദേവന്മാരുടെയും ദേവാ, ദേവാഹ ദേവന്മാർ, മാം ചാൽ മാം ഏകാന്തേ എന്നെ ഏകാന്തത്തിൽ സമാസാദ്യ പ്രാപിച്ചിട്ട് ഹേ രാമ ദേവന്മാർ ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് തേ വൈകുണ്ഠഗമനം പ്രതി അങ്ങയുടെ വൈകുണ്ഠത്തേക്ക് എന്നാ അങ്ങ് മടങ്ങി ചെല്ലുക എന്ന വിഷയത്തെക്കുറിച്ച് ബഹുശ അർത്ഥമാന പല പ്രാവശ്യം പ്രാർത്ഥിക്കുന്നവരായിട്ട് വപഹ അബ്രുവൻ വചസ്സിനെ പറഞ്ഞു. അതായത് സീത പറയണ, ഹേ ശ്രീരാമചന്ദ്ര ഭഗവാനെ ഞാനൊരിക്കൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ദേവന്മാർ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നാണ് ഭഗവാൻ ഈ അവതാരോദ്ദേശം കഴിഞ്ഞ് വൈകുണ്ഠത്തിലേക്ക് മടങ്ങി വരിക എന്ന് പല പ്രാവശ്യം എന്നോട് ചോദിച്ചു. എൻ്റെ അടുത്ത് വന്നിട്ട് എന്നാണ് വൈകുണ്ഠത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. എന്താ വെച്ചാൽ ചിച്ഛക്തിയ ത്വയ, ചിച്ഛക്തിയായ നിന്നോട് ദേവന്മാർ സീതയോട് പറഞ്ഞത് പറയുകയാണ് സീത കേട്ടോ. ദേവന്മാർ സീതയോട് പറഞ്ഞത് സീത രാമനോട് പറയണം. അപ്പം ദേവന്മാരെ എന്താ സീതയോട് പറഞ്ഞത് അടുത്ത് വന്നിട്ട് വെച്ചാൽ ചിച്ഛക്തിയായ നിന്നോട്, അതായത് രാമൻ്റെ ശക്തിയാണല്ലോ സീത, സമേത രാമ ചേർന്നിരിക്കുന്ന രാമൻ, നിന്നോടൊത്ത് എപ്പോഴും ഇരിക്കുന്ന രാമൻ, അസ്മാൻ ഞങ്ങളെയും സനാതനം വൈകുണ്ഠം സ്വകം ധാമാച്ച വിസൃജ്യ ഞങ്ങളെയും അതായത് ദേവന്മാരെയും സനാതനവും വൈകുണ്ഠവുമായ സ്വന്തം സ്ഥാനത്തെയും ഉപേക്ഷിച്ചിട്ട് കുറച്ച് കാലമായില്ലോ ശ്രീരാമനായിട്ട് അവതരിച്ചപ്പോൾ 10,000 കൊല്ലം രാജ്യമൊക്കെ ഭരിച്ചില്ലേ. അപ്പോൾ അവതാരോദ്ദേശം രാവണനെ കൊന്നു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ എത്ര കാലമായിട്ടും ഞങ്ങളെ വൈകുണ്ഠത്തിനെയും ദേവന്മാരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് കമലലോചന രാമ കമലനേത്രനായ രാമൻ ജഗദ്ധാത്രി ഹേ ലോകമാതാവേ സീതയോട് പറയാണല്ലോ ദേവന്മാരെ
ഭൂതലേ തിഷ്ഠതി, എത്ര കാലമായി ഭൂമിയിൽ ഇങ്ങനെ ഇരിക്കുന്നു സീതാദേവിയോട് കൂടിയിട്ട്. തയോ ആസ്തെ, നിന്നോട് ചേർന്നിരിക്കുന്നു എത്ര കാലമായിട്ട്. അഗതഹത്വം, മുമ്പിൽ നീ. വൈകുണ്ഠം യാഹി, വൈകുണ്ഠത്തെ യാനം ചെയ്താലും. അതുകൊണ്ട് നീയെ ആദ്യം വൈകുണ്ഠത്തിലേക്ക് പോവൂ. എന്നാൽ നിൻ്റെ പിന്നാലെ ഭഗവാനും അവതാരോദ്ദേശമൊക്കെ കഴിഞ്ഞുല്ലോ, ഭഗവാനും വൈകുണ്ഠത്തിലേക്ക് വരും. തഥാ ചേൽ, അങ്ങനെയായാൽ രഘുത്തമ രാമൻ വൈകുണ്ഠം ആഗമിച്ചതി, നീ പോയാലേ നഹ സനാഥാൻ കരിഷതി, അപ്പം ഞങ്ങൾക്ക് നാഥൻ ഉണ്ടാവും. ഞങ്ങൾക്ക് നാഥൻ ഇല്ലാതെ ആയിരിക്കുന്നു ഇപ്പോൾ, അത്ര കാലമായി വന്നിട്ട്. എന്താ പറഞ്ഞറിയോ? ഹേ ദേവന്മാർക്കും ദേവനായിട്ടുള്ള ഭഗവാനെ, ഹേ ലോകങ്ങളുടെ നാഥനായിരിക്കുന്ന ഭഗവാനെ, ഹേ പരമാത്മാവും സനാതനുമായ ഭഗവാനെ, ഹേ ജ്ഞാനാനന്ദ സ്വരൂപ, ഹേ ആദിമധ്യാന്തങ്ങളില്ലാത്ത ഭഗവാനെ, ഹേ സകലത്തിനും കാരണമായിരിക്കുന്ന ദേവ. ഒക്കെ ആ ആദ്യത്തെ 2 പേരിലത്തെ സംബോധനയാണ് കേട്ടോ പറഞ്ഞത്. ദേവന്മാരെ ഒരു ദിവസം ഏകാന്തത്തിലിരിക്കണ എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു. എന്താ ദേവന്മാരെ എന്നോട് പറഞ്ഞറിയോ? അങ്ങയുടെ വൈകുണ്ഠഗമനത്തെക്കുറിച്ച് എന്നോട് പല പ്രാവശ്യം പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹേ ലോകജനനി, എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, താമര കണ്ണനായിട്ടുള്ള ശ്രീരാമൻ ചിച്ഛക്തിയായ നിൻ്റെ കൂടി ഞങ്ങളെ മാത്രമല്ല, ദേവന്മാരെ മാത്രമല്ല, ഞങ്ങളെയും സനാതനമായ വൈകുണ്ഠലോകമാകുന്ന സ്വന്തം ധാമത്തെയും വെടിഞ്ഞ് ഭൂതലത്തിൽ എത്ര കാലമായി വസിക്കണം ഭൂമിയിൽ. നീ അതുകൊണ്ടൊരു കാര്യം ചെയ്യുക. എത്ര കാലമായി ഇപ്പോൾ അവതാരോദ്ദേശം കഴിഞ്ഞില്ലേ, ഇങ്ങനെ പിന്നെ സീതയുടെ കൂടെ ഇങ്ങനെ ഭരിച്ചിരുന്നാലേ ഞങ്ങൾക്ക് നാഥനില്ലാതെ ആവണു, വൈകുണ്ഠത്തിലേക്ക് മടങ്ങിപ്പോണം എന്നുള്ള വിചാരമല്ലേ ഭഗവാൻ. അതുകൊണ്ട് സീതാദേവി നീ ആദ്യം വൈകുണ്ഠ ലോകത്തിലേക്ക് പൊക്കോളൂ. എന്നാൽ ശ്രീരാമനും അവതാരോദ്ദേശം കഴിഞ്ഞ അവസ്ഥയ്ക്ക് ശ്രീരാമനും വൈകുണ്ഠ ലോകത്തിലേക്ക് വന്ന് പിന്നെ ഞങ്ങൾക്ക് നാഥൻ ഇല്ലാത്ത ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കും. അതായത് ഞങ്ങൾക്ക് പിന്നെയും അദ്ദേഹം തന്നെ നാഥനായി തീരും. ഇപ്പം അതൊക്കെ വിട്ടുപോകുന്ന ഭൂമിയിലാണല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ എന്നോട് പറഞ്ഞു എന്ന് കാൽ തലോടിക്കൊണ്ട് സീത ശ്രീരാമനോട് പറഞ്ഞു. അതാണിപ്പോൾ നമ്മൾ ഈ 4 ശ്ലോകത്തിൽ കണ്ടത് കേട്ടോ. അപ്പോൾ ആ 4 ശ്ലോകം ഒന്നും കൂടി വായിക്കാം. ദേവദേവ ജഗന്നാഥ പരമാത്മൻ സനാതന ചിദാനന്ദാദിമധ്യാന്ത മഹിതാശേഷകാരണം, അശേഷകാരൻ ഒക്കെ പറഞ്ഞല്ലോ. ദേവാഹ സമാസാദ്യ മാമകേന്ദേ ബ്രുവൻ വച, ഞാൻ ഏകാന്തത്തിലിരിക്കുമ്പം എന്നോട് പറഞ്ഞു എന്ന്. ബഹുശോർത്ഥയമാനാസ്തേ വൈകുണ്ഠഗമനം പ്രതി, വൈകുണ്ഠഗമനത്തെ പറ്റിയാണ് അവർ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ത്വയാ സമേത ചിച്ഛക്തിയ രാമസ്ഥിഷ്ഠതി ഭൂതലേ, നിന്നോടുകൂടി ചിച്ഛക്തിയാകുന്ന നിന്നോടുകൂടി ഭൂമിയിൽ വസിക്കുകയാണല്ലോ കുറേ കാലമായിട്ട്. എങ്ങനെ? വിസൃജ്യാസ്മാൻ, ഞങ്ങളെയും സാകം ധാമ വൈകുണ്ഠഞ്ച സനാതനം, ഞങ്ങളെയും സ്വധാമമായ വൈകുണ്ഠത്തെയൊക്കെ ഉപേക്ഷിച്ചിട്ട് എത്ര കാലമായി നിൻ്റെ കൂടെ ഭൂമിയിൽ വസിക്കണു. ആസ്തേത്വയാ ജഗദ്ധാത്രി, അതുകൊണ്ട് ജഗദ്ധാത്രി രാമകമലലോചന, അതുകൊണ്ട് അഗ്രതോ യാഹി വൈകുണ്ഠം, നീ ആദ്യം വൈകുണ്ഠത്തിലേക്ക് പൊക്കോളൂ. എന്നാൽ തം ത്വഥാ ചേത് രഘൂത്തമ, എന്നാൽ രഘൂത്തമനും പിന്നെ വൈകുണ്ഠത്തിലേക്ക് വന്നോളും. ആഗമിഷ്യതി വൈകുണ്ഠം, അപ്പം രഘൂത്തമനും നീ ആദ്യം പോയാൽ വരും. അപ്പം ഞങ്ങൾക്ക് സനാഥാന കരിഷ്യതി, ഞങ്ങൾ സനാഥന്മാരാവും. ഇപ്പം ഞങ്ങൾ അനാഥരാണ്. ഭഗവാൻ തിരിച്ച് വൈകുണ്ഠത്തിലെത്തിയാൽ ഞങ്ങൾ സനാഥരാവും. അങ്ങനെ ഞങ്ങളെ സനാഥരാക്കൂ എന്ന് എന്നോട് പറഞ്ഞു എന്ന് പറയാൻ കേട്ടോ. ഇനി നമുക്ക് 36 വായിക്കാട്ടോ. ഇതി വിജ്ഞാപിതാഹം തൈർമയാ വിജ്ഞാപിതോ ഭവാൻ യദ്യുക്തം തൽ കുരുഷ്വാദ്യ മാഹമാജ്ഞാപയേ പ്രഭോ. ഇതി അഹം, ഇപ്രകാരം ഞാൻ, തൈഹി വിജ്ഞാപിത, അവരാൽ പറയപ്പെട്ടു, ഭവാൻ മയാ വിജ്ഞാപിതം, അതുകൊണ്ട് അങ്ങ് എന്നാൽ പറയപ്പെട്ട, അദ്യ യദ് യുക്തം, ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടതായിട്ടുള്ളത്, എന്തു ചെയ്താലാണ് യുക്തം വെച്ചാൽ തത് കുരുഷ്വ, അങ്ങനെ ചെയ്താലും
പ്രഭോ ഹേ പ്രഭോ അഹം ന ആജ്ഞാപയേ, ഞാൻ ആജ്ഞാപിക്കല്ല കേട്ടോ, അവർ പറഞ്ഞ കാര്യം ഞാൻ അങ്ങോട്ട് പറയാണ്. ഇങ്ങനെ ദേവന്മാരോ എന്നോട് ചെയ്ത അർത്ഥനയെ ഞാൻ അങ്ങയെ അറിയിച്ചു. ഇപ്പം എന്താണ് ഉചിതം വെച്ചാൽ അത് ഉചിതം പോലെ അങ്ങ് ചെയ്താലും ഹേ പ്രഭോ, ഞാൻ കൽപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത്, ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. വളരെ വിനയത്തോടു കൂടി അല്ലേ സീത. അപ്പം നമുക്ക് 36 ഒന്നുകൂടി വായിക്കാം. ഇതി വിജ്ഞാപിതാഹം തൈർമയാ വിജ്ഞാപിതോ ഭവാൻ യദ്യുക്തം തൽ കുരുഷ്വാദ്യ നാഹം ആജ്ഞാപയേ പ്രഭോ. ഈശ്വര, ഞാൻ കൽപ്പിക്കല്ല കേട്ടോ, അവർ പറഞ്ഞത് പറഞ്ഞ് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അവതാരോദ്ദേശം കഴിഞ്ഞു, ഇനി തിരിച്ചു പോവാറായി എന്ന് അവർ പറഞ്ഞ പ്രകാരം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് 37 ചെയ്യാം. സീതായാസ്തദ്വച ശ്രുത്വാ രാമോ ധ്യാത്വാ ബ്രവീൽക്ഷണം ദേവി ജാനാമി സകലം തത്രോപായം വദാമി തേ. സീതയുടെ തദ്വച ശ്രുത്വ, ആ വാക്കുകളെ കേട്ടിട്ട് ക്ഷണം ധ്യാത്വ, കുറച്ച് നേരം ഒന്ന് ധ്യാനിച്ചിട്ട് ആലോചിച്ചിട്ടേ രാമ അബ്രവീത്, രാമൻ പറഞ്ഞു, ദേവി ഹേ ദേവി സകലം ജാനാമി, എനിക്കെല്ലാം അറിയാം, തത്രാത്തെ ഉപായം വദാമി, ഞാൻ അതിനൊരു ഉപായം പറഞ്ഞു തരാം. നമുക്ക് തിരിച്ചു പോകണം, അതിനുള്ളൊരു ഉപായം ഞാൻ പറയാം. വൈകുണ്ഠത്തിലേക്ക് തന്നെ പോകണമല്ലോ, അവതാരത്തിൻ്റെ ഉദ്ദേശം കഴിഞ്ഞു. അപ്പോൾ സീതയുടെ വാക്ക് കേട്ട രാമൻ കുറച്ച് നേരം ഒന്ന് ചിന്തിച്ചതിന് ശേഷം പറഞ്ഞു, ഹേ ദേവി, എല്ലാം ഞാൻ അറിയുന്നുണ്ട്, ദേവന്മാരുടെ പ്രാർത്ഥനയെ സാധിപ്പിക്കുവാൻ ഞാനൊരു ഉപായം പറയാം എന്ന് പറഞ്ഞു. അതിനൊരു വഴി പറയാം, അതിനൊരു കാരണം ഉണ്ടാക്കണമല്ലോ പോവാൻ. ഒരു കാരണം ഇല്ലാണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു കാരണം വരുത്തിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് അപ്രത്യക്ഷമാവാൻ പാടില്ല, ഇത്രയും കാലം ജീവിച്ചിട്ടേ. സീതായാ തദ്വച ശ്രുത്വാ രാമോ ധ്യാത്വാ ബ്രവീൽക്ഷണം ദേവി ജാനാമി സകലം തത്രോപായം വദാമി തേ. 38 എന്തായാലും ചെയ്യാം. കൽപ്പയിത്വാമിഷം ദേവി ലോകവാദം ത്വദാശ്രയം ത്യജാമി ത്വാം വനേ ലോകവാദാത് ഭീത ഇവാപരാ ഭവിഷ്യത കുമാരൗ ദ്വൗ വാൽമീകേരാശ്രമാന്തികേ. ദേവി ഹേ ദേവി, ത്വദാശ്രയം മിഷം ലോകവാദം കൽപ്പയിത്വ, നിന്നെ ആശ്രയിച്ചിരിക്കുന്ന ഒരപവാദത്തെ കൽപ്പിച്ചിട്ട്, അതായത് നിന്നെ പറ്റി ഒരു അപവാദം ഉണ്ടാക്കിയിട്ട് ലോകവാദഭീത അപര ഇവ, ലോകാപവാദത്തിൽ നിന്ന് ഭയപ്പെട്ടവനെ എന്ന പോലെ ഞാൻ നടിക്കാം. നിന്നെപ്പറ്റി ഒരാൾ അപവാദം പറയും, അപ്പം ഞാൻ അത് കേട്ടിട്ടല്ലോ എന്താണ് അയോധ്യാവാസികളൊക്കെ എന്താ വിചാരിക്കുക ഈ അപവാദം കേട്ടാൽ എന്ന് എനിക്ക് പേടിയുണ്ടെന്ന് നടിച്ചിട്ട്, അയോധ്യാവാസികൾ ഈ നിന്നെ പറ്റിയിട്ടുള്ള അപവാദം കേട്ടാൽ എന്നെപ്പറ്റി എന്താ വിചാരിക്കുക എന്നുള്ള ഭയം ഞാൻ അഭിനയിച്ചിട്ട് അവരെ ഭയപ്പെട്ട എന്ന പോലെ ത്വാം വനേ ത്യജാമി, നിന്നെ ഞാൻ വനത്തിൽ ത്യജിക്കാം. എല്ലാം പ്ലാൻഡാണ് ഭഗവാനെ. വാൽമീകിയുടെ ആശ്രമാന്തികെ, ആശ്രമത്തിൻ്റെ അടുത്ത ഞാൻ ഉപേക്ഷിക്കാം. ദ്വൗ കുമാരൗ, 2 കുമാരന്മാർ ഭവിഷ്യത നിനക്കുണ്ടാവും, നിനക്ക് 2 പുത്രന്മാരുണ്ടാവും. അപ്പം എന്താ പറഞ്ഞാൽ അതിന് വഴി പറഞ്ഞാൽ എന്താ അറിയോ, ഹേ ദേവി, നിന്നെക്കുറിച്ച് ലോകത്തിൽ ഉണ്ടാക്കുന്ന ഒരപവാദത്തെ ഒരു കാരണമാക്കിയിട്ട്, നിമിത്താക്കിയിട്ട് നിന്നെപ്പറ്റി ഒരാൾ ആ അപവാദം പറയും. ആ അപവാദത്തെ നിമിത്തമാക്കിയിട്ട് ലോകാപവാദത്തിൽ നിന്ന് ഭയപ്പെട്ടിട്ടുള്ള ഒരു സാധാരണ മനുഷ്യനെ പോലെ ഞാൻ ഭയം നടിച്ച് നിന്നെ ഞാൻ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിന്നെ ത്യജിക്കാം, നിന്നെ അങ്ങോട്ട് വിടാം കാട്ടിൽ. വാൽമീകിയുടെ ആശ്രമത്തിൻ്റെ ഈ ലോകാപവാദം കേട്ടിട്ട് നിന്നെ ഉപേക്ഷിക്കണം എന്നാണ്, അല്ലെങ്കിൽ അയോധ്യാവാസികൾക്ക് ദേഷ്യമാവുന്ന എനിക്ക് ഭയമുണ്ട് എന്ന് നടിച്ച് ഞാൻ ഗർഭിണിയായിരിക്കുന്ന നിന്നെ ഞാൻ വാൽമീകിയുടെ ആശ്രമത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കാം. അപ്പോൾ വാൽമീകി മുനിയുടെ ആശ്രമത്തിൽ വസിക്കുന്ന നിനക്ക്, ആ വസിക്കണ കാലത്ത് നിനക്ക് 2 പുത്രന്മാർ ഉണ്ടാവും. ഇതൊക്കെ അവർ പ്ലാൻ ചെയ്തതാണ് കേട്ടോ. കൽപ്പയിത്വ, അതാണ് പറഞ്ഞ ഭഗവാൻ. നമുക്ക് ഉപായം ഉണ്ടെന്ന് പറഞ്ഞ ഇതാണ് ഉപായം.
ആരെ കൊണ്ടെങ്കിലും ലോകാപവാദം അല്ല സീതയെ അപവാദം പറയിപ്പിക്കാം. ആ അപവാദം കേട്ടിട്ട് സീത ഉപേക്ഷിക്കുക മാത്രമേ വഴിയുള്ളൂ. അല്ലെങ്കിൽ അയോധ്യാവാസികൾക്ക് ഇങ്ങനെയുള്ളൊരു ഭാര്യയെ വെച്ചും കൊണ്ടിരിക്കണം ശ്രീരാമനാണെന്ന് പറഞ്ഞ് പഴി പറയുന്നുള്ള ഭയം രാമനുണ്ടെന്ന് നടിച്ചിട്ട് സീതയെ ഉപേക്ഷിക്കാമെന്ന്. അതാണ്. അപ്പോൾ കൽപ്പയിത്വാമിഷം ദേവി ലോകവാദം ത്വദാശ്രയം ത്യജാമി ത്വാം വനേ ലോകവാദാത് ഭീത ഇവാപരഹ. പേടിച്ചിട്ടെന്ന പോലെ ഭവിഷ്യത. അങ്ങനെ നീയെ അവിടെ താമസിക്കുന്ന കാലത്ത് ഭവിഷ്യത കുമാരൗ ദ്വൗ വാൽമീകേരാശ്രമാന്തികെ. വാൽമീകാശ്രമത്തിൻ്റെ അടുത്താണ് നിന്നെ ത്യജിക്കാൻ പോണത്. അപ്പോൾ വാൽമീകിയുടെ ആശ്രമത്തെ താമസിച്ച് നിനക്ക് അപ്പം ആ സമയത്ത് നിനക്ക് 2 പുത്രന്മാരെ ഉണ്ടാകും എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താട്ടോ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.